സാർ ഒന്ന് കയറിക്കോട്ടെ. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കൂൺ കൃഷിയിൽ നമ്മൾ കൂൺ പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കും, കൂൺ കൃഷി ചെയ്യുന്ന കർഷകരെയും കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് കൂൺ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വിത്ത് ഉൽപ്പാദനം എങ്ങനെയാണെന്നുള്ളതാണ്. ഒരു യൂണിറ്റിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ആയിട്ടാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫുൾ എയർ കണ്ടീഷൻ ആയിട്ടുള്ള ഒരു റൂമാണിത്. സാറേ, എന്തൊക്കെ വിശേഷം? സുഖമല്ലേ? നന്നായിട്ട് പോകുന്നു. ഇതിന്റെ ഡീറ്റെയിൽ നമുക്കൊന്ന് അറിയണം. എന്താണ് ഇതൊന്ന് ഓഫ് ചെയ്യാം. ഇതൊന്ന് ആദ്യം ഓഫ് ചെയ്താൽ നല്ല ശബ്ദമുണ്ട്. ലാമിനാർ എയർ ഫ്ലോ ചാമ്പർ എന്നാണ് ഇതിനെ പറയുക. ഇതിനല്ലേ? അതെ അതെ. ഇതിന്റെ അകത്ത് വെച്ചിട്ടാണ് നമ്മൾ കൾച്ചറിങ് ടെസ്റ്റ് ട്യൂബ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. മൊത്തത്തിനകത്ത് ചെയ്യുന്നല്ലേ? അതെ അതെ. പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ പുറത്തുനിന്ന് ആൾക്കാർ കയറാത്തൊരു ഇടം കൂടിയാണ്. പിന്നെ ഈ ഒരു ഇത് കാണിക്കാന്ന് വിചാരിച്ചത്, നമ്മളൊരു 100 പേരെ പിന്നെ കൂൺ വിത്ത് ഉൽപാദനം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നമുക്ക് വേണ്ടിയിട്ടല്ല, കൂൺ ഗ്രാമം എന്നുള്ള സർക്കാരിന്റെ ഒരു പദ്ധതി ഉണ്ട്. അപ്പൊ ആ പദ്ധതിയിൽ 100 പേര് പുതിയ കർഷകരായിട്ട് പിന്നെ വിത്ത് ഉൽപാദകർ വേണം. 10,000-ഓളം കൂൺ കർഷകർ വരുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള വിത്ത് വേണം. ഇപ്പൊ തന്നെ വിത്തിന്റെ കാര്യം നമുക്കൊക്കെ അറിയാം. വിത്ത് ചില സമയത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു 10,000 വിത്ത് സ്റ്റോക്ക് ചെയ്യുന്ന സൗകര്യമുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ കർഷകരും പുറമെ പുതുതായിട്ട് വരുന്ന ഇവർക്കൊന്നും കൊടുക്കാൻ തികയുന്നില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു, പുതിയ ആളുകളും പഠിക്കട്ടെ. അപ്പൊ വിത്ത് ഉൽപാദനം പഠിപ്പിക്കാനും അതേപോലെ അവർക്ക് 5 ലക്ഷം രൂപയുടെ ഒരു സ്കീമാണ്. ഈ 5 ലക്ഷം രൂപയുടെ കോസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് 2 ലാഖ് സർക്കാർ സബ്സിഡിയാണ്. ഇപ്പൊ സബ്സിഡിയോട് കൂടിയിട്ടുള്ള ഈ കൂൺ ഗ്രാമ പദ്ധതിയിൽ അവസരം ഉണ്ടല്ലേ? അപ്പൊ കേരളത്തിൽ ടോട്ടൽ എത്ര കർഷകരെ വേണ്ടത്? 10,000 പുതിയ കർഷകർ വരുന്നുണ്ട്. അതായത് 100 പേരടങ്ങുന്ന 100 ഗ്രാമങ്ങളാണ്. അങ്ങനെ 10,000 പുതിയ കർഷകരാണ് കൂൺ വില്ലേജ്, മഷ്റൂം വില്ലേജിൽ വരുന്നത്. അപ്പൊ അതിൽ പെട്ടതാണ് കമ്പോസ്റ്റ് യൂണിറ്റ് ഉണ്ട്, പിന്നെ ബൈ പ്രൊഡക്ഷൻ ഉണ്ട്, അതുപോലെ വിത്ത് ഉൽപാദനം ഉണ്ട്. വിത്ത് ഉൽപാദനം മെയിൻ പാർട്ടാണ്. കാരണം അത് എല്ലാവർക്കും ഓടിച്ചെന്ന് പഠിക്കാൻ പറ്റുന്നതല്ല. കൂൺ വിത്ത് പഠിപ്പിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇപ്പൊ വിത്ത് ഉൽപാദനം പഠിക്കണം എന്ന് പറഞ്ഞ കുറെ പേര് പിന്നെ വിളിക്കാറുണ്ട്. അതൊന്നും നമുക്ക് ഇതിനൊരു സൗകര്യം വരാറില്ല. ഇപ്പൊ അതിനുവേണ്ടി ഒരു പ്രത്യേക സൗകര്യവും സ്ഥലമൊക്കെ അറേഞ്ച് ചെയ്തിട്ട് 100 പേര്, കുറച്ച് പേര് അതിൽ ആയിട്ടുണ്ട്, കുറച്ച് പേർക്കും കൂടെ അതിൽ അവസരമുണ്ട്. അപ്പൊ ഈ 100 പേർക്ക് വിത്ത് ഉണ്ടാക്കി അവർക്ക് തന്നെ മാർക്കറ്റ് ചെയ്യാനുള്ള സൗകര്യം കൂടെ ചെയ്തു കൊടുക്കും. കാരണം ഒരുപാട് കർഷകർ വരുമ്പോൾ നമുക്ക് തന്നെ ഒരുപാട് കർഷകരുണ്ട്. അവരിൽ നിന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിത്ത് സപ്ലൈ ചെയ്യാം. മാത്രമല്ല സ്വന്തം ആവശ്യത്തിന്. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാനൊക്കെ ഇത് കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. കാരണം വിത്ത് പല സ്ഥലത്തു നിന്ന് വാങ്ങി പരാജയപ്പെട്ടിട്ടാണ് സ്വന്തമായിട്ട് എങ്ങനെ വിത്ത് ഉണ്ടാക്കാന്ന് പഠിച്ചത്. അപ്പൊ നമുക്കിപ്പോ ഒരു ലാബായി കാര്യങ്ങളായി നമുക്ക് കുറെ പേർക്ക് വിത്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിട്ട് 5-6 വർഷമായിട്ട് കൂടെ നിൽക്കുന്നവർക്ക് കൊടുക്കാനേ ഇപ്പൊ തികയുന്നുള്ളൂ. അവരെന്നെ ആഴ്ചയിൽ 100-200 പാക്കറ്റ് എടുക്കും. അപ്പൊ പിന്നെ പുതിയ കർഷകർ വരുമ്പോൾ നമുക്ക് സൗകര്യം കൂട്ടണം. അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ പുതിയ ആളുകളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പുതിയ ആളുകളെ പഠിപ്പിക്കാൻ ഉള്ള ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കണ്ടായിരിക്കും മനസ്സിലാവില്ല. ഇതിങ്ങനെ കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം ഇങ്ങനെ കാണുന്നില്ലല്ലോ. ഇതിന്റെ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് കുറെ പ്രോസസ്സ് കഴിയാൻ വിത്തായിട്ടാണ് നമ്മൾ ഈ റൂമില് ഈ റൂമല്ല ശരിക്കും സ്റ്റോറേജ് റൂം, വേറെ റൂമുകളാണ് കാണിക്കാം. അപ്പോ ഇത് മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ലാമിനാർ വെച്ച റൂം മാത്രമാണ്. ഇവിടെ ശരിക്കും നമ്മുടെ വെറൈറ്റി വിത്തുകൾ മാത്രമേ ഇവിടെ വെക്കാറുള്ളൂ. മെയിനായിട്ട് ചിപ്പിയുടെ അതേപോലെ മിൽക്കിയുടെ മറ്റൊരു കുറെ സാധനങ്ങളും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. ലാൻഡ് സ്പൈൻ പോലത്തെ ഞാൻ സാമ്പിൾ കാണിക്കാം. ഈ വക സാധനങ്ങളൊക്കെ ചെയ്യുന്ന മറ്റു റൂമുകളിലാണ്. അപ്പൊ ഇതൊരു 500 പാക്കറ്റ് വിത്ത് വെറൈറ്റി ഓഫ് വെക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഇത് ലാമിനാറാണ്, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലാമിനാറാണ്. ശരിക്കും ഇതിനകത്ത് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുക. ഈ റൂം എപ്പോഴും ശരിക്കും ഈ റൂമെന്ന് മാത്രമല്ല, വിത്തിന്റെ റൂമിൽ തന്നെ പൊതുവെ ആരും കയറ്റാറില്ല. പിന്നെ ഈ ഒരു പദ്ധതി മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ ചാനലിലേക്ക് ഒരുപാട് കർഷകർ വാച്ച് ചെയ്യുന്നതാണ്. ഇപ്പൊ പുതുതായിട്ട് വിത്ത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഒരു അവസരം കൂടിയാണ്. പിന്നെ എന്തായാലും ഞാൻ അതിനെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം കുറെ ആവശ്യക്കാരുണ്ട്, എവിടുന്ന് വിത്ത് കിട്ടും എന്ന് ചോദിക്കുന്നത്. ഇത് മദർ സ്പോൺ ബോട്ടിലാണ്. ഇതിന്റെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ ബോട്ടിലേക്ക് വരുന്ന ഈ പാക്കറ്റിലേക്ക് വരുന്നതിന് മുമ്പുള്ള സ്റ്റേജ് അല്ലേ? നമുക്ക് സ്റ്റേജ് 1 മുതൽ തുടങ്ങിയാൽ കാണിക്കാം. നമുക്ക് അതൊക്കെ ഔട്ട്ഡോർ പുറത്തുനിന്നായിരിക്കും അല്ലേ? നമുക്ക് നേരിട്ട് പുറത്ത് പോയിട്ട് നോക്കി കാണാല്ലേ? അപ്പൊ ഇതാണ് ഒരു സെറ്റപ്പ്. നമ്മുടെ പിന്നെ ഒരു 23 ഡിഗ്രി സെൽഷ്യസ് ഇവിടുത്തെ ഹ്യൂമിഡിറ്റി കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. മറ്റുള്ള ഫംഗസുകളൊന്നും വരാൻ പാടില്ല. വളരെ ഹൈജീനിക് ആയിരിക്കണം. അങ്ങനെയുള്ള ഏരിയ ആണ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതിലുപരി മറ്റുള്ള കാര്യങ്ങളും കൂടി ഉണ്ട്, കാണിക്കാം. നമ്മളിപ്പോ ലാബിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ലാബിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സമതുവായി വന്നത്.
അപ്പോൾ ജസ്റ്റ് ഇതിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയിക്കാം. കുറെ പേർക്ക് ആകാംക്ഷ ഉണ്ടാവും. ശരിക്കും ചോളം, ഗോതമ്പ്, നെല്ല് ഇതുപോലെയുള്ള ഒരുപാട് മാധ്യമങ്ങളിൽ നമുക്ക് വിത്ത് വളർത്തിയെടുക്കാം. ഇപ്പം നേരത്തെ കണ്ട വിത്ത് വളർത്തിയെടുക്കാം. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ചോളമാണ്. ചോളമാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ വാങ്ങുന്ന മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഫസ്റ്റ് ക്വാളിറ്റി ചോളം. കമ്പമല്ല, ഇത് പ്രാവിനൊക്കെ കൊടുക്കുന്ന ടൈപ്പ് മണിച്ചോളം എന്ന് പറയും. ഓരോ നാട്ടിലും ഓരോ ഇതായിരിക്കും. ഇത് ഫസ്റ്റ് ക്വാളിറ്റിയാണ്. വെതച്ചോളായിട്ട് യൂസ് ചെയ്യാതെ അത്രയും ക്വാളിറ്റികളാണ്. ഇതിന് ഏകദേശം ഇതിലധികം ചളിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ വേണം സെലക്ട് ചെയ്യാൻ. ഓക്കെ. ഇതിപ്പോ ചാക്കോട്ടൊക്കെ നമ്മളിപ്പോ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ശരിക്കും നന്നായിട്ട് കഴുകും. എന്നിട്ട് ബോയിൽ ചെയ്യും. ബോയിൽ ചെയ്ത് ഏകദേശം ഒരു നമുക്ക് ഒരു അളവുണ്ട് അതിന്. ഒരു ഞെക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് അമർന്നു പോകാൻ പാടില്ല. എന്നാൽ ഇത് ഇച്ചിരി ഒരു റബ്ബർ പോലെ ഇതാകും വേണം. അങ്ങനത്തെ സ്റ്റേജിൽ ആ ഒരു സ്റ്റേജിൽ നിർത്തണം. അതായത് ഫംഗസിന് ഓടിക്കയറാൻ പറ്റുന്ന ഒരു അവസ്ഥ ആക്കി മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ചോളമാണ് മുളയ്ക്കുക. അപ്പൊ അത് ഇതാക്കണം. അത് കഴിഞ്ഞ് നമ്മളത് കാൽസ്യം കാർബണേറ്റ് ഒക്കെ മിക്സ് ചെയ്ത് ഇതിന്റെ അകത്ത് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി വെച്ചാണ്. ഇതിപ്പോ സ്റ്റെറിലൈസ് ചെയ്യുന്നതിന്റെ മുന്നേ ഒരു ചോളം നമ്മൾ കഴുകി വൃത്തിയാക്കി ബോയിൽ ചെയ്തല്ലേ. ഈ ബോയിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനറി ഇതിന്റെ അളവ് കണ്ടില്ലേ? ഇത് വളരെ ചെറുതല്ലേ? ഓക്കെ. അതേ സാധനം അത് ബോയിൽ ചെയ്തപ്പോൾ ഏകദേശം ഈ അളവിലേക്ക് കൺവേർട്ട് ആയി. അപ്പൊ ഇതിന്റെ അകത്ത് എന്ത് കയറിയെന്നറിയോ? ജലാംശം കയറി. ഒരു 50 to 40% ജലാംശം കയറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 1 കിലോ എടുത്ത് കഴിഞ്ഞാൽ 1.4 കിലോ വരെയിലേക്ക് 400 ഗ്രാമോളം ഇത് വരും. എക്സ്ട്രാ ജലാംശം കയറി വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും വണ്ണം വരും. ഇതിന് പിന്നെ മറ്റൊരു സാധനം കൂടി കാണാം. ഇതിന് ഒരു പൗഡർ പോലെ കാണുന്നില്ലേ? ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ പൂപ്പലൊക്കെ വരുന്നല്ല, ആ ഒരു സ്റ്റേജിലേക്ക് ചെറുതായിട്ട് വന്നു തുടങ്ങി. പൂപ്പലല്ല, അത് പൂപ്പൽ വരാൻ ആയിട്ടില്ല. പൂപ്പൽ വരാൻ വേണ്ടി നമ്മൾ ഇതിലൊന്നും ചെയ്തിട്ടില്ലല്ലോ. ജസ്റ്റ് ബോയിൽ ചെയ്തു. പിന്നെ നമ്മള് കാൽസ്യം കാർബണേറ്റ് ചോക്ക് പൗഡർ ഇല്ലല്ലോ. ഇനി കാൽസ്യം കാർബണേറ്റ് ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ട്. അതായത് ലാബ് എക്യുപ്മെന്റ്സിന്റെ ഷോപ്പിൽ പോയാൽ മാത്രം കിട്ടുന്ന സാധനമുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ചോളത്തിനെ ഇത് ചെയ്യുക. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിന് മോയ്സ്ചർ കണ്ടന്റ് പിന്നെ കറക്റ്റ് ആക്കാൻ വേണ്ടി. രണ്ടാമത് ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല, മണിയായിട്ട് കിടക്കും. ഓരോന്നോരോന്നും വേറിട്ട് കിടക്കും. പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ pH ലെവൽ ചെയ്യാൻ വേണ്ടി ഇപ്പൊ കാൽസ്യം കാർബണേറ്റ് ആഡ് ചെയ്തിട്ട് ഇതാണ് ഓട്ടോക്ലേവ്. ഇങ്ങനെ പാക്കറ്റ് ആക്കിയല്ലോ. ഒരു 300 ഗ്രാം. ഇത് 300 ഗ്രാം 350 ഗ്രാം അപ്പൊ കണ്ടതൊക്കെ അങ്ങനെയാണ്. ഇനി ഇതിനെ നമ്മൾ ഒരു 140 ഡിഗ്രി 130 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഇതിനെ സ്റ്റെറിലൈസ് ചെയ്യും. അതിന് ഇത് സ്പെഷ്യലൈസ്ഡ് ഓട്ടോക്ലേവ് ആണ്. ഇതില് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഓണാക്കി കാണിക്കണ്ടല്ലോ. ഇല്ല, ഓണാക്കണമെങ്കിൽ സാധനം ഇന്നിപ്പോ നാളെ പെരുന്നാളായതുകൊണ്ട് ഇന്നൊന്നും സ്റ്റാഫ് ആരുമില്ല. അതായത് വീഡിയോ എടുക്കാൻ വരാൻ പറ്റും. അപ്പൊ ഇതില് 100-120 പാക്കറ്റ് വരെ ഇത് വെക്കാൻ പറ്റും ഈ ഒരെണ്ണത്തില്, ഈ ഒരു ഓട്ടോക്ലേവ് ഒരേ സമയം. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരു 3 പ്രാവശ്യം ചെയ്താൽ 300 പാക്കറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഒരു മാസം ചെയ്താൽ നമുക്ക് ഒരു ദിവസം നമുക്ക് 300-330 വരെ പാക്കറ്റ് ഒരു ദിവസം ചെയ്യാൻ പറ്റും. ഏകദേശം 25 days 26 days നമ്മൾ ഇത്രയും വർക്ക് ചെയ്യും. ഇതാണ് ഇപ്പൊ നമ്മുടെ റൊട്ടീൻ. ഇതുപോലത്തെ 3 ഓട്ടോക്ലേവ് ഉണ്ട് മറ്റു റൂമുകളിലായിട്ട്. അങ്ങനെയാണ് നമ്മൾ എക്സ്ട്രാ ഓർഡേഴ്സ് വരുമ്പോൾ കൂടുതൽ ഇത് ചെയ്യുന്നത്. അപ്പൊ ഈ മേഖലയ്ക്ക് കൂടുതൽ കർഷകർ വന്നു കഴിഞ്ഞാൽ വിത്ത് കൊടുക്കാനില്ലാത്ത സാഹചര്യം വരും. അപ്പൊ നമുക്ക് പദ്ധതികൾക്ക് ആവശ്യമായിട്ടുള്ള ഈ വിത്ത് ഉൽപാദനത്തിനുള്ള കർഷകരെ വേണമല്ലേ? അതായത് എല്ലാവരും കൃഷി പഠിപ്പിക്കുക എന്നുള്ളതിലുപരി കൃഷി പഠിപ്പിക്കുന്നുണ്ട് കുറെ ആൾക്കാർക്ക്. പക്ഷെ ഇതിനെ കുറച്ചും കൂടെ ഇൻവെസ്റ്റ്മെന്റ് വരും. ഈ വിത്ത് ഉൽപാദനം ഇപ്പൊ നമുക്കൊരു 2-3 ലക്ഷം ഇല്ലാതെ ഇതിലേക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ലാബ് ഫെസിലിറ്റി വേണം, പിന്നെ ഓട്ടോക്ലേവ് വേണം, ലാമിനാർ വേണം, വിത്ത് വെക്കാൻ AC വെച്ച റൂം വേണം, മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ ടെസ്റ്റ് ട്യൂബ് കാര്യങ്ങളെല്ലാം വേണം. ഇതെല്ലാം കൂടെ വരുമ്പോൾ 2-3 ലക്ഷം രൂപയാവും. ഇനി തട്ടിക്കൂട്ട് പരിപാടി ചെയ്താൽ പോലും അത് വിജയിക്കില്ല. പകുതി വെച്ചിട്ടിട്ടു. ഇപ്പൊ ചില വീഡിയോസിലൊക്കെ കാണാം നമുക്ക് അടുക്കളയിലും വെച്ചും ചെയ്യാം. പക്ഷെ അടുക്കളയിലൊക്കെ നമുക്ക് 1-2 പ്രാവശ്യം നമുക്ക് ചെയ്യാൻ റെഡിയാവും. പക്ഷെ അത് വെച്ച് ബൾക്കായിട്ട് മാർക്കറ്റ് ചെയ്യാനോ മറ്റ് കർഷകർക്ക് കൊടുക്കാനോ പറ്റില്ല. അപ്പൊ ഞാൻ ഒരു പ്രൊഫഷണൽ രീതിയിൽ അവരെ പഠിപ്പിക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് ഇതിന്റെ സ്റ്റേജ്. ഇത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഞാൻ കാണിച്ചത് ടെസ്റ്റ് ട്യൂബ്, മദർ സ്പൂൺ ബോട്ടിൽ. അങ്ങനെ ആ മദർ സ്പൂൺ ബോട്ടിൽ നിന്നാണ് ഇതിലേക്ക് ബോട്ടിൽ കാണിച്ചതില്ല. ആ ബോട്ടിൽ നിന്നാണ് ഇതിലേക്ക് ഇനാക്കുലേഷൻ ആണ് പറയാം. ഇതിലേക്ക് ഇനാക്കുലേറ്റ് ചെയ്യും. ഇത് പിന്നെ നമ്മുടെ ഈ
പറയുകയാണെങ്കിൽ ഇപ്പൊ സാധാരണ ആളുകൾക്ക് മനസ്സിലാകാം, നമ്മള് ഹോമിയോ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അവിടെ മരുന്നില്ലേ, ജസ്റ്റ് കുപ്പിയായിരിക്കും, ഒറ്റിക്കുന്ന സാധനം മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഏതാണോ അതിലേക്ക് ഒറ്റിക്കുന്നത് അതാണ് അതിന്റെ മരുന്ന്. അതുപോലെ ഇതിലേക്ക് എന്താണോ നമ്മൾ കൾച്ചർ ചെയ്യുന്നത് അത് ഇതിലേക്ക് പടർന്നു ഇത് വിത്തായിട്ട് മാറും. ഓക്കെ. അപ്പൊ ഒരു ഏറ്റവും വലിയ ഡൗട്ട് ഉള്ള വെച്ചാല് നമുക്ക് ചിപ്പിക്കൂണ്, ബട്ടൺ കൂണ്, അങ്ങനെ ഒരുപാട് കൂണുകളുണ്ട്, വെറൈറ്റി ഉണ്ടല്ലോ. ആ, മിൽക്കി. അപ്പൊ ഇങ്ങനെ ഓരോ വെറൈറ്റി കൂണുകളുണ്ടല്ലോ. അപ്പൊ ഇതിലെല്ലാറ്റും ഉപയോഗിക്കുന്ന ഈ ഒരു വിത്ത് തന്നെയാണോ? അല്ല, അത് ഈ മിൽക്കിയുടെ വിത്തിട്ടാണ് കൂണ്. മിൽക്കിയുടെ വിത്ത് മിൽക്കി കൂണ വരും. മാറ്റം വരും. ആ, അതന്നെ. എല്ലാറ്റിനും സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിക്കുന്നത് ഈ ചോളം തന്നെയാണ് അല്ലെ? മാധ്യമമായിട്ട് നമുക്ക് ചോളം യൂസ് ചെയ്യാം. ഇതേ വരെയുള്ള സ്റ്റേജ് എല്ലാറ്റിനും സെയിം ആണ്. ബാക്കി ഇത് ഏത് വെറൈറ്റി വേണം എന്നുള്ളത് നമ്മുടെ ലാബിൽ നിന്നാണ് നിശ്ചയിക്കുന്നത്. അതുപോലെ ഇതിന്റെ സ്വഭാവമാണ്. ഇത് ഒരു വീഡിയോയില് പറയാൻ പറ്റുന്നതല്ല, കുറെ കാര്യങ്ങളുണ്ട്. താല്പര്യമുള്ളവർക്ക് നമുക്ക് നേരിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം. പിന്നെ മിൽക്കി മഷ്റൂമിന്റെ വലിയൊരു വീഡിയോ പിന്നെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. മുമ്പ് നമ്മൾ കാണാൻ ലിങ്ക് നമ്മൾ കൊടുക്കാം. അപ്പൊ ഒരു ലിങ്ക് കിട്ടും. എങ്ങനെയാന്നുള്ളതല്ലേ?